ഹായ് നമസ്കാരം, എല്ലാവർക്കും സുജീസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അതിനായി ഒരു ഫ്ലെയിം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് നല്ലവണ്ണം തിളപ്പിക്കുക. നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചക്ക അതിലിടുക. അരിഞ്ഞു വെച്ച ചക്ക ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കുക. 5 മിനിറ്റ് മൂടി വയ്ക്കുന്നത് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു അരിപ്പ പാത്രത്തിലേക്ക് വെള്ളം വാരാൻ വയ്ക്കാം. വെള്ളം വാരി വെച്ചതിന് ശേഷം വെള്ളം വാരിയിട്ട് അതിൻ്റെ വെള്ളം കുറച്ച് എല്ലതും ഇതായി കഴിഞ്ഞതിന് ശേഷം വാരുന്നതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള ഉലുവ, ആവശ്യത്തിന് കടുക് എന്നിവ ഇടുക. ആവശ്യത്തിന് കടുകും ഉലുവയും മൂപ്പായി കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായി വഴറ്റുക. നന്നായിട്ട് വഴറ്റിച്ചാൽ നല്ല ഒരു മൂപ്പ് ആവണം. ഒന്ന് പച്ചമണക്ക് മാറ്റി നല്ല മൂപ്പായി കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള 2 സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് ഇഷ്ടം പോലെ മാറ്റമൊക്കെ ചെയ്യാം. ഞാൻ അത് നല്ല 2 എരിവുള്ള കാരണം 2 സ്പൂണ് മുളക് പൊടിയേ എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് ഉലുവപ്പൊടി, 1 സ്പൂണ് കായപ്പൊടി എന്നിവ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ മുന്നേ അതിൽ ചക്ക ഇതിലിട്ടുള്ള കാരണം ഞാൻ ഇട്ടിട്ടില്ല. ഉപ്പും കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ. മുന്നേ അത് വെള്ളത്തിലിട്ടുള്ള കാരണം ഇട്ടില്ല. ഈ പൊടികളൊക്കെ നന്നായി മിക്സ് ആയതിന് ശേഷം അരിഞ്ഞ് വെച്ച ചക്ക നമുക്ക് അതിലേക്ക് ചേർക്കാം. ചക്ക നല്ലപോലെ ഒരു 5 മിനിറ്റ് നല്ല ഇതിൽ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് സ്വർക്ക ചേർത്തിട്ട് നമുക്ക് 5 മിനിറ്റ് ഇളക്കണം. 5 മിനിറ്റ് ഇളക്കിയിട്ട് ഇതിലേക്ക് എല്ലാതും പിടിക്കണം. എല്ലാ മുളകും പൊടിയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് സ്വർക്ക ഒഴിച്ചിട്ട് 5 മിനിറ്റ് നേരം അത് തിളപ്പിക്കാനായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചക്കച്ചാറ് റെഡി.